Good evening. Good evening, sir. Okay. So, last session allowance 10 subsection 13 10 subsection 14 വരെ ഡിസ്കസ് ചെയ്യുന്നു. സോ ഇനിയും പെർക്വസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ടോപ്പിക് കൂടെയാണ് സാലറി മിച്ചമുള്ളത്. അത് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനും, സോ കോൺട്രിബ്യൂഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ദെൻ അതിൽ നിന്ന് കിട്ടുന്ന എൻഡ് ഓഫ് റിട്ടയർമെന്റ് കിട്ടുന്ന എമൗണ്ട് ഒക്കെ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്സംഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഡിഡക്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഹെഡ് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് എന്താണ് പ്രൊവിഡന്റ് ഫണ്ട്? പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു പ്രൊവിഡന്റ് ഫണ്ട്. എന്താണ് പ്രൊവിഡന്റ് ഫണ്ട്? ഗൗരി പറയാമോ? പ്രൊവിഡന്റ് ഫണ്ട് അറിയില്ല സർ, എന്താ പറയണ്ടേ? സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ഈ സാലറിയിൽ പിടുത്തം കഴിയുന്നു അല്ലെങ്കിൽ പി എഫിലേക്ക് പിടിച്ചു എന്ന് പറയും. ദെൻ അത് എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴാണ് അത് നോർമലി തിരിച്ചു കൊടുക്കുന്നത്? റിട്ടയർ ആയി കഴിയുമ്പോഴാണ്. റിട്ടയർ ആയി കഴിയും. സോ ദാറ്റ് മീൻസ് നോട്ട് ചെയ്തേക്കാം. Provident Fund. Provident Fund is a scheme intended to give substantial benefit to an employee at the time of his retirement. At the time of his retirement. സോ റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് എന്താണ് എംപ്ലോയീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊവിഡന്റ് ഫണ്ട്. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസ് അല്ലെങ്കിൽ എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ലംസം എമൗണ്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ചുമ്മാ അങ്ങ് ലംസം എമൗണ്ട് കൊടുക്കുകയാണോ ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മന്ത്ലി സാലറിയും കുറച്ച് എമൗണ്ട് under this scheme a specified sum, so ഒരു എംപ്ലോയർ അവർ രണ്ടുപേരും തമ്മിൽ ഉള്ള ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് വെച്ചിട്ട് ഒരു സ്പെസിഫൈഡ് സം ഈസ് ഡിഡക്റ്റഡ് ഫ്രം the salary of the employee. So എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് ഒരു സ്പെസിഫൈഡ് സം ഡിഡക്ട് ചെയ്യുന്നു as his contribution towards the fund. Okay. That means എന്താണ്, എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഒരു സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി എന്താണ് ഈ പറഞ്ഞതുപോലെ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് എന്താണ് ഒരു സ്പെസിഫൈഡ് സം ഡിഡക്റ്റഡ് ഫ്രം സാലറി ഡിഡക്ട് ചെയ്യും. എങ്ങോട്ട് അടയ്ക്കും? ആ കോൺട്രിബ്യൂഷൻ എങ്ങോട്ട് പോകും? പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ദെൻ ദ എംപ്ലോയർ, സോ എംപ്ലോയി മാത്രമല്ല, എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് മാത്രം പിടിച്ച് അടയ്ക്കില്ല ചെയ്യുന്ന എംപ്ലോയർ ഓൾസോ generally contributes to the
say contributes the same amount okay. So എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എത്രയാണോ ഡിഡക്ട് ചെയ്ത് നമ്മൾ ഈ ഫണ്ടിലേക്ക് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതേ എമൗണ്ട് തന്നെ എന്താണ് എംപ്ലോയറും എന്ത് ചെയ്യും കോൺട്രിബ്യൂട്ട് ചെയ്യും സെയിം എമൗണ്ട് ടു ദ ഫണ്ട് ഇതെന്താണ് അത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഓവർ ആൻഡ് അബോവ് സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്ത പോലെ എംപ്ലോയിക്ക് കൊടുക്കുന്ന ബേസിക് കോസ്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താണ് ഒരു എമൗണ്ട് ഡിഡക്ട് ചെയ്യുന്നു ആ എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ട് തന്നെ എന്താണ് എംപ്ലോയറും എന്താണ് അയാളുടെ പേരിൽ ഈ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഓക്കെ സോ ഇതാണ് എന്ത് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന സ്കീം സോ എന്ത് പർപ്പസിന് വേണ്ടിയാണ് സബ്സ്റ്റാൻഷ്യൽ ബെനിഫിറ്റ് ഫോർ എംപ്ലോയി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് സോ അതിനുവേണ്ടി എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് മന്ത്ലി സാലറിയിൽ നിന്ന് ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഡിഡക്ട് ചെയ്ത് എംപ്ലോയിക്ക് കൊടുക്കില്ല അത് ഡിഡക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും എങ്ങോട്ട് മാറ്റും എംപ്ലോയർ എടുക്കില്ല ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും അതേ എമൗണ്ട് തന്നെ എന്താണ് എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും these amounts അല്ലെങ്കിൽ these contributions are invested in approved securities so approved securitiesലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു then അതിന്റെ പുറത്ത് എന്താണ് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് and is also credited to the account of the employee so ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് കിട്ടും ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ എമൗണ്ടും എംപ്ലോയിയുടെ അക്കൗണ്ടിലേക്ക് ഈ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും ഓക്കെ ദെൻ ഒന്ന് ശ്രദ്ധിക്കാം ഞാൻ നമ്മൾ ഈ ഒരു എന്താണ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാണ് ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ഈ പറയുന്ന റിട്ടയർമെന്റ് സമയത്ത് സോ എംപ്ലോയിയുടെ ഫണ്ടിലുള്ള ക്രെഡിറ്റ് എന്തൊക്കെ ചേർന്നുള്ളതായിരിക്കും the balance in a provident fund account of an employee consist of okay so നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് ഒരു സ്പെസിഫൈഡ് സം ഡിഡക്ട് ചെയ്ത് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് അടയ്ക്കും എംപ്ലോയറും സെയിം എമൗണ്ട് അടയ്ക്കും ദെൻ അതിനകത്ത് എക്സ്ട്രാ ആയിട്ട് എന്ത് കിട്ടും ഇൻട്രസ്റ്റ് കിട്ടും സോ അറ്റ് ദ എൻഡ് ഓഫ് ഈ പറയുന്ന അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഈ പറയുന്ന എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റില് ഏതൊക്കെ എമൗണ്ട് ഉണ്ടാവും എന്തൊക്കെ എമൗണ്ട് ഉണ്ടാകും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ അതിന്റെ രണ്ടിനെയും കിട്ടുന്ന ഇൻട്രസ്റ്റ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ then interest on employees contribution then പിന്നെ എന്താണ് employers contribution then interest on employers contribution അല്ലേ സോ ഇത്ര ആയിരിക്കത്തില്ലേ ഉണ്ടാകുന്നു
സോ ഇതിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ പല സെക്ഷൻസ് അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രൊവിഡന്റ് ഫണ്ട് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് മീൻസ് നമുക്ക് തിരിച്ച് അല്ലെങ്കിൽ എംപ്ലോയിക്ക് തിരിച്ചു കിട്ടുന്നതിനകത്ത് എന്തൊക്കെ എമൗണ്ട് ഉണ്ടാവും? സോ എംപ്ലോയിൽ നിന്ന് ഡിഡക്ട് ചെയ്ത ആ എമൗണ്ട്, ദെൻ അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ്, എംപ്ലോയർ അയാളുടെ കയ്യിൽ നിന്ന് ഔട്ട് ഓഫ് പോക്കറ്റ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട്, അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഈ 4 കാര്യങ്ങളല്ലേ ഉണ്ടാകുക? സോ ഇതിന്റെ ഓരോന്നിന്റെയും ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ബേസിസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് provident funds. Types of provident funds. First one, main ആയിട്ടുള്ളതാണ് പറയുന്നത്, recognized provident fund. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എംപ്ലോയേഴ്സ് RPF. സോ ഇത് എവിടെയാണ് കേട്ടത്? RPF സെക്ഷൻ 17 സബ്സെക്ഷൻ 1 നമ്മൾ രാവിലെ ചെയ്ത പ്രോബ്ലത്തിൽ കയറി വന്നിട്ടുണ്ടായിരുന്നു. 17 സബ്സെക്ഷൻ 1 എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് ഡാഷ് പെർസെന്റേജ് ട്രീറ്റഡ് ആസ് സാലറി. എത്ര പെർസെന്റ് ആണ്? 12%. 12% എന്ന് പറഞ്ഞാൽ ആൻസർ ആയോ? 12% ഓഫ് ഡാഷ്. എന്തിന്റെ 12% ആണ്? സാലറി. എംപ്ലോയിയുടെ സാലറിയുടെ. അതിനകത്ത് സാലറി മീൻസ് ബേസിക് പ്ലസ് DA in terms of employment and commission as a percentage of turnover achieved. Clear അല്ലേ ശ്രുതി? Yes, sir. Then പിന്നെ ഉള്ളത് statutory provident fund, SPF എന്ന് പറയാം, statutory provident fund. Then public provident fund, PPF. നിങ്ങൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ടാവും റിഡക്ഷൻ കിട്ടാനായിട്ട് PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ദെൻ unrecognized provident fund. Unrecognized provident fund, URPF, unrecognized provident fund. എന്താണ് ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ PF പ്രൊവിഡന്റ് ഫണ്ട് recognized by the Commission of Income Tax. Commissioner of Income Tax. Commission of Income Tax. Then statutory provident fund. It is governed by Provident Funds Act 1925. Then Public Provident Fund. Public Provident Fund. So Public Provident Fund Act 1968 ആണ്. Okay. So
നമുക്ക് റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ ഒക്കെ തന്നെ നമുക്ക് ഒരു എംപ്ലോയി ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യണം, എംപ്ലോയിയുടെ എമൗണ്ട് ഡിഡക്ട് ചെയ്ത് അടയ്ക്കും, ദെൻ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ ഇവിടെ നമ്മൾ നോർമലി പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യും. ചാപ്റ്റർ 6 80 ഡിഡക്ഷൻസ് കിട്ടാനായിട്ട് സെൽഫ് എംപ്ലോയിഡ്, ദാറ്റ് മീൻസ് ഒരു എംപ്ലോയി അല്ലാതെ സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഫഷനോ ചെയ്യുന്നവർക്ക് നമുക്ക് ഒരു പേയ്മെന്റ് നടത്താവുന്നതാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിലേക്ക്. സോ 500ന്റെ 500ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് എന്താ ഇതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അതർ സബ്സിഡി സ്പെസിഫൈഡ് ബൈ ദ ബ്രാഞ്ചോ അല്ലെങ്കിൽ ബാങ്കോ അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ നമുക്ക് ഈ പറയുന്ന പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് തുടങ്ങാം. സോ ഏറ്റവും ഇതാണ് 500 അതിന്റെ മൾട്ടിപ്പിൾസോ ആയിട്ടായിരിക്കും പേയ്മെന്റ് നമുക്ക് പോസിബിൾ ആകുന്നത്. ദെൻ പിന്നീട് ഇൻഡപ്തുള്ള കാര്യങ്ങൾ നമ്മൾ 80C ഡിസ്കസ് ചെയ്യുമ്പോൾ റിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് എന്തായിരിക്കും? പ്രോവിഡന്റ് ഫണ്ട് നോട്ട് റെക്കഗ്നൈസ്ഡ്. സോ എംപ്ലോയർ പറയുവാണ് ഞാൻ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയിയുടെ കട്ട് ചെയ്ത് അടച്ചിട്ടുണ്ട്, ഞാനും അടച്ചിട്ടുണ്ട്, ബട്ട് IT ഇൻകം ടാക്സ് കമ്മീഷണർ അത് റെക്കഗ്നൈസ് ചെയ്തില്ല എങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്. സോ അവര് റെക്കഗ്നൈസ് ചെയ്യാത്ത പ്രോവിഡന്റ് ഫണ്ടിലേക്കാണ് അടയ്ക്കുന്നതെങ്കിൽ സോ എങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തായിട്ടേ നോക്കുള്ളൂ? അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക്. എ പ്രോവിഡന്റ് ഫണ്ട് നോട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ദ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. സോ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്തോട്ട് നോക്കണ്ടോ 4 ടൈപ്പ് ഓഫ് കോൺട്രിബ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് എംപ്ലോയി റിട്ടയർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റിൽ നോർമലി വരാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണ്? എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, ദെൻ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റ്, ദെൻ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, ദെൻ നമുക്ക് ഒരെണ്ണമായിട്ട് നോക്കാം. ഫസ്റ്റ് സോ നമ്മൾ എന്തെടുക്കാണ്? റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്കുള്ള ഓരോ പേയ്മെന്റിന്റെയും അല്ലെങ്കിൽ അതിനകത്തുണ്ടാകുന്ന ക്രെഡിറ്റിന്റെയും ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ഹെഡായിട്ട് കൊടുക്കാം. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട് RPF, റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. recognized provident fund RPF. ഇതിനകത്തോട്ട് കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്? ഇതിനകത്തോട്ട് വരുന്ന എമൗണ്ട്സ് എന്തൊക്കെയാണ്? Employees contribution. Okay. Employees contribution. Okay. Employees contribution. Then employees contribution വരുന്നുണ്ട്. Then അടുത്ത എന്താണ് വരുന്നത്? Employers contribution. Then പിന്നെ 2 കാര്യങ്ങളും കൂടാണ് വരുന്നത്. എന്താണ് ഇതിനകത്ത്? സോ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. Then വേറെ ഒരെണ്ണം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. Then ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. Then ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് റിട്ടയർമെന്റ് സമയത്ത് എന്ത് കിട്ടും?
lump sum amount, amount at the time of retirement. Okay അല്ലേ? Yes, sir. Okay. So ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ സാലറി ഹെഡിലാണ് നിൽക്കുന്നത്. അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും ടാക്സ് ട്രീറ്റ്മെന്റ് വരിക? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ പുറത്ത് എന്തായിരിക്കും ട്രീറ്റ്മെന്റ്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ പുറത്ത് ടാക്സ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും? നമ്മൾ ലാസ്റ്റ് ചെയ്തൊരു പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. എന്തായിരിക്കും ചെയ്യുക? സോ സാലറിയിൽ അത് ഇൻകം ആയിട്ട് കാണിക്കുമോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുമോ? എടുക്കില്ല. സോ നമുക്ക് എന്ത് പറയാം? അത് അറ്റ് ദ ടൈം ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. സോ എന്താണ് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തില്ല. ദാറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ദെൻ അത് കൂടാതെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമുക്ക് എവിടെ കിട്ടും? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിൽ ഡിഡക്ഷൻ, ചാപ്റ്റർ 6 ഡിഡക്ഷൻ. ഇത് എന്താണ്? സാലറി ഹെഡിൽ നമ്മൾ എന്താണ് ഡിഡക്ഷൻ ആയിട്ടും എടുക്കില്ല, ഇൻകം ആയിട്ടും എടുക്കില്ല. സോ നമ്മൾ എന്തായിട്ട് കാണും? അത് അത് സാലറി ഹെഡിൽ നമ്മൾ തൊടത്തേയില്ല. ബട്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ പ്രൊവിഡന്റ് ഫണ്ട്, ദാറ്റ് മീൻസ് ആക്ച്വലി എന്ത് ചെയ്തിരിക്കുകയാണ്? എന്റെ ബേസിക്കിനകത്ത് വരുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ചിരിക്കുകയാണ്. സോ എനിക്ക് അവിടെ ഇഗ്നോർ ചെയ്യാൻ മീൻസ് എന്താണ്? അവിടെ ഞാൻ ലെസ്സും ചെയ്യുന്നില്ല, അത് ഒരു രീതിയിലും ചെയ്യാത്ത രീതിയിലാണ് വരുന്നത്. സോ എനിക്ക് എന്ത് കിട്ടണം? ഡിഡക്ഷൻ. ഈ പറയുന്ന എമൗണ്ട് എനിക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C കിട്ടും. സോ സാലറി ഹെഡിൽ എന്താണ്? അറ്റ് ദ ടൈം ഓഫ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എനിക്ക് എന്താണ്? സാലറിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ബട്ട് എന്തായിട്ട് എനിക്ക് കിട്ടും? അത് എന്റെ ശരിക്കും ആക്ച്വലി എനിക്ക് സാലറി കിട്ടേണ്ടതാണ്. അത് ഡിഡക്ട് ചെയ്ത എംപ്ലോയർ എവിടെ അടച്ചു? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ അടച്ചു. അത് സത്യം പറയാൻ എനിക്ക് കിട്ടിയിട്ടില്ല, എന്റെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ. സോ ഞാൻ ടോട്ടൽ ഇൻകം കണ്ടു കഴിഞ്ഞിട്ട് എന്താണ്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചാപ്റ്റർ 6 ഡിഡക്ഷൻ കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഞാൻ പേ ചെയ്ത എമൗണ്ട് അല്ലേ അത്? എംപ്ലോയർ ഡിഡക്ട് ചെയ്ത് പേ ചെയ്താലും എനിക്ക് കിട്ടേണ്ട സാലറി കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് എന്ത് വേണം? ഡിഡക്ഷൻ വേണം. എവിടെ കിട്ടും? സാലറി ഹെഡിലല്ല. സാലറി ഹെഡിലെ ഏക ഡിഡക്ഷൻ സെക്ഷൻ ഏതാണ്? 16. സോ ചാപ്റ്റർ 6 ഡിഡക്ഷൻ 80C നമുക്ക് എന്തായിട്ട് കിട്ടും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ആരുടെ കോൺട്രിബ്യൂഷൻ? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. ക്ലിയർ ആണോ? Yes, sir. ദെൻ അടുത്ത നമുക്ക് എന്തെടുക്കാം? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്താണ്? നമ്മൾ 17 സബ്സെക്ഷൻ 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്താണ്? In excess of 12%. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് സാലറി എന്തായിട്ട് കണക്കാക്കും? is taxable under salary under section 17 subsection 1. Under section 17 subsection 1. Okay. സോ പി എഫിലേക്ക് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് 2 കോൺട്രിബ്യൂഷൻസ് ആണ് വരുന്നത്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അറ്റ് ദ ടൈം ഓഫ് കോൺട്രിബ്യൂഷൻ ഒരു ഹെഡിലും ടാക്സ് ചെയ്യത്തില്ല, ഇഗ്നോർ ചെയ്യും, ആസ് സച്ച് ഇഗ്നോർ. ബട്ട് എന്തായിട്ട് കിട്ടുകയും ചെയ്യും? ഡിഡക്ഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യും 80C. സോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? 12% ഓഫ് എംപ്ലോയിയുടെ സാലറി ബേസിക് പ്ലസ് DA ഇൻ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെന്റ് ഓഫ് ടേൺ ഓവർ അച്ചീവ്ഡ് എന്ന് പറയുന്ന കിട്ടുന്ന സാലറിയുടെ 12% മുകളിൽ വരുന്നത്. സോ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ 12% മുകളിൽ വന്നാൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് salary as per section 17 subsection 1. Clear ആണോ? Yes, sir. Then ഇനി എന്താണ് നമ്മൾ ഉള്ളത്? 2 കാര്യങ്ങൾ ക്രെഡിറ്റ് വരുന്നത്. 2 കാര്യങ്ങൾ ക്രെഡിറ്റ് വരുന്നത്. Interest. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഈ ലംസം എമൗണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നിട്ടുള്ളതാണ്? ലംസം എമൗണ്ട്
contribution, Right. interest, employees contribution, then employers contribution, then interest. Employee contribution de interest, employer contribution de interest. Employer contribution de interest. Okay. yes sir, Okay. So ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളിപ്പം ഈ പറഞ്ഞതുപോലെ employers contribution, employees contribution എന്താണ് ചെയ്യുന്നത്? employees contribution ഇഗ്നോർ ചെയ്യാം പിന്നെ നമുക്ക് രണ്ട് തരം എടുക്കാം. അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ ആ കോൺട്രിബ്യൂഷന്റെ ടൈമിൽ നമുക്ക് കൂട്ടാം അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്. സോ ഈ പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഡിഡക്ട് ചെയ്ത്, സോ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്താണ്? ഇഗ്നോർഡ് പ്ലസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. Then എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനോ? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനോ എന്താണ്? in excess of In excess of percentage of salary, in excess of 12% of salary taxed under salary under section 17 subsection 1. Okay. So പലയിടത്തും നമ്മൾ ടോട്ടൽ ഇൻകം ചെയ്യുമ്പോഴും സാലറി ചെയ്യുമ്പോഴും ഒന്നും നമുക്ക് കയറി വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. വലിയൊരു പ്രോബ്ലത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തരും എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇത്ര ശതമാനം തരും, തന്നെ എംപ്ലോയിയുടെ സാലറി അതിനകത്തുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് എത്രത്തോളമാണ് സാലറിയിൽ വരുന്നത്, എത്രത്തോളമാണ് നമുക്ക് ആ ഒരു 17(1) എക്സംഷൻ 17(1) പ്രകാരം എത്രയിന് മുകളിൽ വന്നാലാണ് അത് സാലറിയിലോട്ട് വരുന്നത്, അത് കണ്ടുപിടിച്ച് ആഡ് ചെയ്യേണ്ടി വരും. ദെൻ ഇൻട്രസ്റ്റ്, നമുക്ക് ഇപ്പം എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും പേയ്മെന്റ്. സോ നമുക്ക് പ്രൊവിഡന്റ് ഫണ്ട് നമ്മൾ നോർമലി എടുക്കുന്നത് എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. ഓക്കെ. സോ ബട്ട് ഈ ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന നമ്മൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് മാത്രമാണോ? അല്ല. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇൻട്രസ്റ്റ്, സോ അറ്റ് ദ ടൈം ഓഫ്, സോ നമ്മൾ ഇത് രണ്ടും പറഞ്ഞു. ഇൻട്രസ്റ്റ് at the time of credit of interest. Okay. So that means interest credit ചെയ്യുന്ന സമയത്ത് എന്താണ് ടാക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയാം. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ടാക്സ് ട്രീറ്റ്മെന്റ്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരുന്നത്? നമുക്ക് 17 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നല്ലോ, RPF ഒരു പോയിന്റ് കൂടെ പറഞ്ഞായിരുന്നല്ലോ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF in excess of 9.5%. So amount in excess of 9.5% per annum എന്തായിട്ട് കണക്കാക്കും? is Salary. taxable as salary under section 17 subsection 1. So നമ്മൾ RPF-ലേക്ക് ഇവിടെ 12% ഓഫ് സാലറി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. ഇൻട്രസ്റ്റിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനോ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. സോ ഇവിടെ നോക്കുക, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ അഗൈൻസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ത് തന്നെ വരും? ദാറ്റ് മീൻസ് എന്താണ്? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സാലറി ആയിട്ട് ട്രീറ്റ് ചെയ്യും ഇഫ് amount in excess of 9.5% per annum. 9.5% per annum.
ഇവിടെ ഒരു സ്റ്റാർ ഇടുക. നമുക്കൊരു അമെന്റ്മെന്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ്. സോ ലാസ്റ്റ് ഇയറിന് മുമ്പ് വരെ ഫിനാൻസ് ആക്ട് 21 വരുന്നതിന് മുമ്പ് വരെ സോ ഇത്രേ ഉള്ളായിരുന്നു. ഇനി നമുക്ക് എന്താണുള്ളത്? സോ എംപ്ലോയിയുടെ പേയ്മെന്റ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. സോ ആ കോൺട്രിബ്യൂഷന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തു. അതിന്റെയും ടാക്സ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു. RPF ആണെങ്കിൽ ദെൻ എമൗണ്ട് അറ്റ് ദ ടൈം ഓഫ് ലംസം എമൗണ്ട് ആണ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. amount withdrawn at the time of retirement or termination. ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്യോ ചെയ്താൽ സോ ഈ എമൗണ്ട് എന്തൊക്കെ ചേർന്നാണ് വരുന്നത്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ പുറത്തെ ഇൻട്രസ്റ്റ്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ പുറത്തെ ഇൻട്രസ്റ്റ്. സോ ഈ നാല് കാര്യങ്ങളും അല്ലെ, ഇത് നാലുമല്ലേ വരുന്നത്? അറ്റ് ദ ടൈം ഓഫ് withdrawal, sorry, at the time of retirement. Yes, sir. So at the time of retirement, that means നമ്മുടെ at the time of retirement or termination എന്നിട്ട് പറയാം. സോ ടോട്ടൽ, അതായത് ലംസം എമൗണ്ട്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ആ ലംസം എമൗണ്ടിൽ എന്തൊക്കെ വരും? എംപ്ലോയി contribution, then employer's contribution, interest on employee contribution, interest on employer contribution. So ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഓക്കെ, ഈ എമൗണ്ട് ടാക്സ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അടുത്ത നമ്മൾ പറയുന്നത്. ടാക്സ് ചെയ്യുവോ ഇല്ലയോ? സോ ദാറ്റ് മീൻസ് എനിക്കൊരു ലംസം എമൗണ്ട് കിട്ടുവാണല്ലോ, അത് ഞാൻ എംപ്ലോയ്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ട് ടാക്സ് ചെയ്യോ ഇല്ലയോ? എന്താണ് ആൻസർ? ഗൗരി? ചെയ്യില്ല. സോ ചെയ്യില്ല, ബട്ട് നമുക്ക് തോന്നുന്നു എന്നുള്ളതല്ല കറക്റ്റ് ആൻസർ. എക്സംപ്റ്റ്, ഫുള്ളി എക്സംപ്റ്റ്, ഫുള്ളി എക്സംപ്റ്റ് under section 10 subsection 12. So 10 subsection 12 പ്രകാരം fully exempted ആവും. fully exempted. 10 subsection 12 പ്രകാരം fully exempted under section 10 subsection 12. Okay, ഇനി ഒന്ന് ശ്രദ്ധിക്കുക. So ഈ fully exempted under section 10 subsection 12 if എന്തായിട്ട് പോയിന്റ് എടുക്കുക, ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് ഫുള്ളി എക്സ്റ്റൻഡ് ആവുള്ളൂ. if conditions ആണ്, if these conditions satisfy, if employee has rendered service of 5 years or more. സോ 5 അതിൽ കൂടുതലോ വർഷം എന്തായിരിക്കണം? എംപ്ലോയി ആ പർട്ടിക്കുലർ എംപ്ലോയറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് വൺ, if employee rendered service less than 5 years, if employee rendered service less than 5 years, then exemption allowed. Exemption allowed in respect of employer's contribution.
employers contribution, employers contribution and interest. So employers contribution and interest. In respect of employers contribution and interest shall be withdrawn. Shall be withdrawn. Okay. Next point. However, in the following cases, exemption shall not be withdrawn. Exemption shall not be withdrawn. So that means then 5 years in മുമ്പ് നമുക്ക് ആ എംപ്ലോയറുമായിട്ട് എംപ്ലോയി റിലേഷൻഷിപ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ ഈ പറയുന്ന കണ്ടീഷൻസ് ആണെങ്കിൽ എന്താണ് ഈ പറയുന്ന എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റും എക്സംഷൻ വിഡ്രോ ചെയ്യില്ല. ഫസ്റ്റ് വൺ, എംപ്ലോയി റിട്ടയർഡ് ഡ്യൂ ടു ഇൽ ഹെൽത്ത്. എംപ്ലോയി റിട്ടയർഡ് ഡ്യൂ ടു ഇൽ ഹെൽത്ത്. സോ ഹെൽത്തിന്റെ പ്രശ്നം കൊണ്ടാണ് എംപ്ലോയി 5 years അല്ലെങ്കിൽ 5 അതിൽ കൂടുതലോ ഇയേഴ്സ് എംപ്ലോയറുമായിട്ട് എംപ്ലോയ്മെന്റ് കണ്ടിന്യൂ ചെയ്യാത്തതെങ്കിൽ എന്താണ് ആ പറഞ്ഞ എക്സംഷൻ വിഡ്രോ ചെയ്യില്ല. Then employee retired due to shutdown of employer's business. Shutdown of employer's business. So employer business shutdown ചെയ്തുകൊണ്ടാണ് എംപ്ലോയി അവിടുന്ന് റിട്ടയർ ആയത്. അങ്ങനെയാണെങ്കിലും എന്താണ് കോൺട്രിബ്യൂഷനിലേക്ക് വന്ന ആ ഒരു എക്സംഷൻ വിഡ്രോ ചെയ്യില്ല. Then next one, employee has retired with the instruction that his balance in RPF, recognized provident fund, should be transferred to new employer or to NPS, National Pension Scheme account referred under section 80 CCD. 80 CCD. 80 CCD. ഓക്കെ അല്ലേ? സോ ഇനി ഒരേ ഒരു കാര്യമാണ് നമ്മളിവിടെ ഒരു സ്റ്റാർ ഇട്ടിരിക്കുന്ന ഒരു കോമൺ, അതായത് സെക്ഷൻ 10 സബ്സെക്ഷൻ 11 കൂടെ ഡിസ്കസ് ചെയ്തിട്ട് രണ്ടിനും കൂടെ ഒരുമിച്ചാണ് ആ ഒരു ഫിനാൻസ് ആക്ടിൽ വന്ന അമെന്റ്മെന്റ്. സോ ഇവിടെ ജസ്റ്റ് ഒന്ന് സമപ്പ് പറയാം. റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്. സോ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്ക് ആരുടെയൊക്കെയാണ് കോൺട്രിബ്യൂഷൻ വരുന്നത്? Employees, then employees. So contribution then എന്താണ്? Interest. ഇവിടെയും interest. Then സുധി പറയാ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ് സംഭവിക്കുന്നത്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ സാലറിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ടച്ച് ചെയ്യുമോ? ഇല്ല, സാലറിയിൽ എടുക്കത്തില്ല. ഇഗ്നോർഡ് അല്ലേ? സോ കോൺട്രിബ്യൂഷൻ ഇഗ്നോർഡ് അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ്. ദെൻ എന്തുകൂടെ കിട്ടും? ഡിഡക്ഷൻ സെക്ഷൻ 80C. അണ്ടർ സെക്ഷൻ 80C.
ഓക്കെ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഒരു പറയാമോ? In excess of 12% of salary taxable. എക്സസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സസ് ഓഫ് 12% ഓഫ് സാലറി taxed Taxable. under section 17 subsection 1. Then ഇൻട്രസ്റ്റിന്റെ കേസ് ആണെങ്കിൽ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള പോയിന്റ് എന്താണ്? excess of 9.5. 9.5% per annum വരെ എന്താണ്? എക്സംപ്റ്റ്. ദാറ്റ് മീൻസ് ഇൻ എക്സസ് ഓഫ് 9.5% per annum രണ്ടുപേരുടെ എമൗണ്ടിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റും എന്തായിട്ട് ചെയ്യും? ടാക്സ്ഡ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1. സോ ദെൻ ഇനി ഒരു കാര്യം കൂടെ അതിനകത്തുള്ളത്, എന്ത് നമുക്ക് തിരിച്ചു കിട്ടും? അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ലംസം എമൗണ്ട് ഇന്നെന്താണ്? എന്ത് ചെയ്യും? എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 12. സോ 10 സബ്സെക്ഷൻ 12 എക്സംപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ് ആ കണ്ടീഷൻ? ഈ പറയുന്ന എംപ്ലോയി ഈ എംപ്ലോയറുമായിട്ട് 5 അതിൽ കൂടുതലോ വർഷം എന്തില് ഉണ്ടായിരിക്കണം? എംപ്ലോയ്മെന്റിൽ ഉണ്ടായിരിക്കണം. സോ അല്ല എങ്കിൽ എന്താണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റും എന്ത് ചെയ്യും? എക്സംഷൻ വിഡ്രോ ചെയ്യും. ഓക്കെ അല്ലേ? Yes, sir. ദെൻ പക്ഷേ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ചില കാരണങ്ങൾ 3 കാരണം കൊണ്ട് അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്തിട്ട് എംപ്ലോയി ഈ 5 വർഷത്തെ സർവീസ് റെൻഡർ ചെയ്തില്ല എങ്കിൽ, ഫസ്റ്റ് വൺ എന്താണ്? എംപ്ലോയിക്ക് ഇൽ ഹെൽത്ത്, ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അയാളുടെ കയ്യിലുള്ള കാര്യമല്ല, അയാൾക്ക് എന്താണ് ഇൽ ഹെൽത്ത് കൊണ്ട് അവിടുന്ന് റിട്ടയർ ചെയ്യേണ്ടി വന്നു. സെക്കൻഡ് കേസ് എന്താണ്? എംപ്ലോയറുടെ ബിസിനസ് തന്നെ പോയി, അത് കഴിഞ്ഞ് അതുകൊണ്ടാണ് എംപ്ലോയി റിട്ടയർ ചെയ്തത്. ദെൻ തേർഡ് വൺ എന്താണ്? എംപ്ലോയി ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലോട്ട് പോയി, ബട്ട് ഈ പറയുന്ന എന്താണ് ക്രെഡിറ്റിലുള്ള ഫുൾ എമൗണ്ട് അയാൾ വിഡ്രോ ചെയ്തില്ല. എന്ത് ചെയ്തു? പുതിയ എംപ്ലോയറുടെ അങ്ങോട്ട് മാറ്റാനോ അല്ലെങ്കിൽ 80CCD പ്രകാരമുള്ള നാഷണൽ പെൻഷൻ സ്കീമിലേക്കോ മാറ്റാൻ പറഞ്ഞെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? 5 വർഷത്തിൽ താഴെ ആണെങ്കിലും ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ആണോ? Yes, sir. Yes, sir. സോ RPF ക്ലിയർ അല്ലേ? ഫുള്ള് ക്ലിയർ അല്ലേ? നോക്കണ്ട, ഇത് വലിയൊരു ക്വസ്റ്റിനകത്ത് ഇത്രയും ടൈം ഇതിനകത്ത് എടുത്ത് കാര്യം പലയിടത്ത് പിന്നീട് എവിടെയും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? 80C അങ്ങനെ അറ്റം വരെയാണ് ഇതിന്റെ ഇമ്പാക്ട് വരുന്നത്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. സോ അവിടെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 80Cയിൽ അത് നിങ്ങൾ എടുക്കണം, ഓർക്കാതെ എടുക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറയൂല. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ്, ഏത് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഇഗ്നോർ ചെയ്യും. ദാറ്റ് മീൻസ് ഒരു ഹെഡിനെ അഫക്ട് ചെയ്തില്ല. ബട്ട് നമുക്ക് എന്താ എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണ്? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ 17 സബ്സെക്ഷൻ 1 പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലാണ് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ് ആസ് എംപ്ലോയീസ് സാലറി അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1. ദെൻ രണ്ടുപേരുടെ ഇൻട്രസ്റ്റ് 9.5% വരെ എക്സംപ്റ്റഡ് ആണ്. ദെൻ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ ലംസം എമൗണ്ട് കിട്ടുന്ന എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 12 ഇഫ് എന്താണ് എംപ്ലോയറുടെ അണ്ടറിൽ എംപ്ലോയി 5 വർഷം അതിൽ കൂടുതലോ ഉണ്ടായിരുന്നു എങ്കിൽ എംപ്ലോയി ആയിട്ട്. ദെൻ 3 എക്സംപ്ഷൻ കേസസ് ഉണ്ട്, അത് പറഞ്ഞു. എംപ്ലോയറുടെ ഹെൽത്ത്, എംപ്ലോയർ ബിസിനസ് നിർത്തി പോവുക, ദെൻ ട്രാൻസ്ഫർ പുതിയ എംപ്ലോയറുടെ അണ്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ 80CCD പ്രകാരമുള്ള നാഷണൽ പെൻഷൻ സ്കീമിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാ ഏരിയാസും, എല്ലാ വശവും. സർ 5 ഇയേഴ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ വിഡ്രോ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് എക്സംഷൻ കിട്ടത്തില്ലെന്നാണ്. കിട്ടത്തില്ല, എക്സംഷൻ വിഡ്രോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എക്സംഷൻ കിട്ടത്തില്ല. അപ്പൊ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും ഇൻട്രസ്റ്റിനും എക്സംഷൻ കിട്ടുമല്ലോ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ബിക്കോസ് എനിക്ക് സാലറി കിട്ടാത്ത പോലാണ്, അതുകൊണ്ട് സോ ആക്ച്വലി അഡീഷൻ അത് അതേപോലെ തന്നെ നിൽക്കും. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ ആ ഒരു ഇൻട്രസ്റ്റ് പോർഷനുമാണ് എന്ത് ചെയ്യുന്നത്? കോൺട്രിബ്യൂഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഷാൽ ബി വിഡ്രോൺ. എക്സംഷൻ അലോ ചെയ്തിരിക്കുന്ന എന്താണ്? എടുത്തു കളയും. ദെൻ അടുത്തതിലോട്ട് പോകാം. സോ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വൺ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. Statutory Provident Fund, SPF.
സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിൽ എന്താണ് നമുക്ക് നോക്കാം സംഭവിക്കുന്നത്. SPF നമ്മൾ നേരത്തെ തന്നെ SPF-ലേക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ വരും? എംപ്ലോയി കോൺട്രിബ്യൂഷൻ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, ദെൻ അടുത്ത എന്താണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, ദെൻ ഇതിന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ്, ദെൻ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലേ? Yes, sir. Yes, sir. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. ഫസ്റ്റ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എന്തായിരിക്കും പറയാം? ഇതെന്താണ്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് പോലെ തന്നെയാണ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആണ്. സോ എന്ത് കിട്ടും? അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഇഗ്നോർ ചെയ്യും. അതുകൂടാതെ എന്തുകൂടെ കിട്ടും? ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. Deduction under section 80C. Then employers contribution to RPF എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ സെക്ഷൻ 17 സബ്സെക്ഷൻ 1. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF ആൻഡ് SPF എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, സോ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്ത് കിട്ടും? ഫുള്ളി എക്സെംപ്റ്റഡ്. ഫുള്ളി എക്സെംപ്റ്റഡ്. Okay. Okay, sir. Then ഇനി എന്താണ്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റ്. ദെൻ നമ്മൾ അവിടെ 17 സബ്സെക്ഷൻ 1 പറഞ്ഞതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് 9 ഇൻട്രസ്റ്റ് ടു RPF ഇൻ എക്സസ് ഓഫ് 9.5% പെർ ആനം ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് എന്തിനകത്ത്? RPF-ലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആണ്. സോ അവിടെ SPF-നെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കാം. നമ്മള് ഈ ഒരു അമെന്റ്മെന്റ് ഫിനാൻസ് ആക്ട് 2021 ഈ 2 സെക്ഷനും കൂടെ ചേർത്തുള്ള ഒരു അമെന്റ്മെന്റ് ആണ്. ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടന്റ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആണ്. സോ 10 സബ്സെക്ഷൻ 11 ശ്രദ്ധിക്കാം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു SPF ആസ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആ സൈഡ് എന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോകുന്ന ഫുള്ളി എക്സെംപ്റ്റഡ്. ഫുള്ളി എക്സെംപ്റ്റഡ്. സോ അതേപോലെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ് നമുക്കിവിടെ പറയാൻ പോകുന്നത്. ആ ഒരു അതേപോലെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണ് ഇൻട്രസ്റ്റ്. സോ 9.5%. അത് കൂടാതെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം. അമെന്റ്മെന്റ് ഇൻട്രസ്റ്റ്. ശ്രദ്ധിക്കാം, ഇൻട്രസ്റ്റ് എടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ employees contribution. Interest on employees contribution towards RPF or SPF. Interest on employees contribution towards RPF or SPF. Okay, so start. First one, exemption under section 10 subsection 11 and or
10 subsection 12 not available for interest accrued during the previous year to the extent it relates. So exemption under section 10 subsection 11 10 subsection 12 not available for interest accrued during the previous year to the extent it relates to contribution made by employee exceeding rupees 2,50,000 in any previous year in that fund on or after 1/4/21. 1/4/21. 1/4/21. സോ ഒന്ന് ശ്രദ്ധിക്കാം എന്താണ്. സോ നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ 10 subsection 11 അല്ലെങ്കിൽ 10 subsection 12 exemption under section 10 subsection 11 or 12 കിട്ടില്ല ആർക്ക് for interest accrued during the previous year to the extent it relates to contribution made by employee exceeding 2,50,000. So എന്നാണ് in any previous year in that fund on or after. So 1/4/21 ശേഷം ഒരു പ്രീവിയസ് ഇയറിലെ എംപ്ലോയിയുടെ for interest accrued during the previous year to the extent it relates to contribution made by employee 2,50,000 മുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താണ് എക്സംപ്റ്റഡ് അല്ല. അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താണ് എക്സംപ്റ്റഡ് അല്ല. എന്ത് പ്രകാരം 10 subsection 11 അല്ലെങ്കിൽ 10 subsection 12 പ്രകാരം. ക്ലിയർ ആണോ? Yes, sir. Then second point, if employer not made any contribution employer not made any contribution to that fund that means so recognized provident ഫണ്ടിലേക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്കോ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എങ്കിൽ then a higher limit of rupees 5 lakhs because ഇവിടെ നോക്കിയേ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 2,50,000 അല്ലെങ്കിൽ 2,50,000 ആണെങ്കിൽ എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യും സെയിം എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 5 lakh വരെ higher limit of 5 lakh would be applicable. That means എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അൺലെസ് ടെമ്പറാണെങ്കിൽ നോർമലി RPF-ലേക്ക് സെയിം എമൗണ്ട് ആര് കോൺട്രിബ്യൂട്ട് ചെയ്യും എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇല്ല എങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് 5 lakh. ഈ ഇൻസ്റ്റെഡ് ഓഫ് 2,50,000 നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും ഹയർ ലിമിറ്റ് ആയിട്ടുള്ള 5 lakh കൺസിഡർ ചെയ്യണം എന്ന്. ഓക്കെ അല്ലേ? Yes, sir. ഒരു പോയിന്റ് ഉണ്ട്. It may be noted that interest accrued on contribution of such contribution to such fund
up to 31,321 would be exempt without any limit, even if the accrual of income is after that. So 31 എന്താണ് 31,321 വരെ എത്ര എമൗണ്ട് ആണ് വിത്തൗട്ട് എനി ലിമിറ്റ് നമ്മൾ എന്താണ് 10 സബ്സെക്ഷൻ 11ലും 12ലും എന്താണ് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സോ 1/4/2021 മുതൽ ഒരു പ്രീവിയസ് ഇയറിലെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 2,50,000 എക്സീഡ് ചെയ്താൽ അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താണ് 10 സബ്സെക്ഷൻ 11ഓ 12ഓ പ്രകാരം എന്താണ് എന്ത് കിട്ടത്തില്ല, അതിന് പുറത്ത് വരുന്ന ഇൻട്രസ്റ്റിന് എന്ത് കിട്ടത്തില്ല, എക്സംഷൻ. ക്ലിയർ ആണോ? സോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 2,50,000 എന്നുള്ളത് എന്തായിട്ട് മാറും, ഇരട്ടി. ദാറ്റ് മീൻസ് ഈ 2,50,000 പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും, ഹയർ എമൗണ്ട് ആയിട്ടുള്ള 5 lakh കൊണ്ട് റീപ്ലേസ് ചെയ്യണം. ഓക്കെ അല്ലേ? സോ ഒന്ന് സമ്മപ്പ് ചെയ്യാം നമുക്ക്. സോ 2 സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, 10 സബ്സെക്ഷൻ 12ഉം 10 സബ്സെക്ഷൻ 11ഉം. 10 സബ്സെക്ഷൻ 12 എന്താണ്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ? ഇല്ല, ഇഗ്നോർ ചെയ്യും. 80C ഡിഡക്ഷനും കിട്ടും. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനോ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ in excess of 12%. 12%. സോ ജസ്റ്റ് പറഞ്ഞാൽ മതി. ദെൻ ഇൻട്രസ്റ്റിന്റെ കേസ് ആണെങ്കിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിൽ സോ നോർമൽ എന്താണ് 9.5% പെർ ആനത്തിന് മുകളിലാണെങ്കിൽ എന്താണ് രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എടുക്കുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ചെയ്യും അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1. ദെൻ അതുകൂടാതെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്താണ് ഈ പറയുന്ന ഇമ്പാക്ട് ഉണ്ടാവും. എന്ന് മുതൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, 2 കേസിലും എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ 1/4/2021 ശേഷം ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ then exemption under section 11-12 not available for interest accrued. So interest accrued പുറത്ത് എന്താണ് ആ ഒരു എക്സംഷൻ കിട്ടത്തില്ല. ഓക്കെ, 31/3/21 വരെ എത്ര പേ ചെയ്താലും, സോ 31/3 2,50,000 പേ ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് അക്രൂ ചെയ്യുന്നത് 31/3/2021 ശേഷം അങ്ങനെ ആണെങ്കിലും നമ്മൾ എന്താണ് 31/3/2021 വരെ എന്താണ് വിത്തൗട്ട് എനി ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തോട്ട് കോൺട്രിബ്യൂഷൻ നടത്താം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? 2 സെക്ഷനും ഫുൾ ഏരിയ, എല്ലാ കോൺട്രിബ്യൂഷനും എല്ലാ ടാക്സ് ഇമ്പാക്റ്റും ക്ലിയർ അല്ലേ? നമുക്കൊരു വലിയ ക്വസ്റ്റ്യനിൽ ഇത് കയറി വരും. പ്രത്യേകിച്ച് ഈ ഒരു അമെന്റ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ ആ ഫിഗർ ശ്രദ്ധിച്ചോണം. നമ്മുടെ പ്രീവിയസ് ഇയറിൽ തൊട്ട് മുമ്പുള്ള പ്രീവിയസ് ഇയർ മുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 2,50,000 മുകളിൽ പേയ്മെന്റ് വന്നാൽ അടുത്തത് PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. സോ ഇവിടെ നമ്മൾ നേരത്തെ പോലെ എഴുതുകയാണെങ്കിൽ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയേഴ്സ്. സോ നേരത്തെ പോലെ അതേപോലെ എഴുതാണ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ദെൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് എന്താണ് എംപ്ലോയി അല്ലാത്തവർക്കും സെൽഫ് എംപ്ലോയിഡുകാർക്കും ഉള്ളതാണ്. സോ ഇതിനകത്തൊക്കെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ കോൺട്രിബ്യൂഷൻ വരും. ബട്ട് ഇവിടെ എന്ത് കോൺസെപ്റ്റ് ഇല്ല, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. ബിക്കോസ് എന്താണ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ് എന്ത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. സോ ഈക്വൽ എമൗണ്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇവിടെ ഉള്ളത്. ദാറ്റ് മീൻസ് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്താണ് SSC മാത്രമേ ഉള്ളൂ,
SSC പേഴ്സൺ ആയിട്ട് വരുന്ന SSC മാത്രമേ ഉള്ളൂ കോൺട്രിബ്യൂഷൻ വരുന്നത്, എംപ്ലോയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. സോ സാധാരണ എല്ലാവരും തന്നെ ഇത് എന്തിനു വേണ്ടിയാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്? 80C ഡിഡക്ഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. എംപ്ലോയർ, സോ എംപ്ലോയി കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പേഴ്സൺ അല്ലെങ്കിൽ SSC എന്തിലേക്ക്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? സോ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എന്ത് കിട്ടാൻ വേണ്ടിയാണ്? 80C ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ദെൻ ഇതിന്റെ പുറത്ത് എന്താണ്? എംപ്ലോയിയുടെ പുറത്ത് കോൺട്രിബ്യൂഷന്റെ പുറത്ത് എന്തുണ്ടാവും? ഇൻട്രസ്റ്റ്. സോ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ തന്നെ ഉണ്ടോ? ഇല്ല. സോ ഇൻട്രസ്റ്റ് ഉണ്ടാവോ? അതും എന്താണ്? നോട്ട് ആപ്ലിക്കബിൾ ഫോർ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ അല്ലേ? Yes, sir. Then interest, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് fully exempted. Fully exempted. Fully exempted. Then പിന്നെ എന്താണ് കിട്ടുന്നത്? ലംസം എമൗണ്ട് അല്ലേ? ലംസം എമൗണ്ട്. ലംസം എമൗണ്ടിന്റെ കേസിൽ fully exempted under section exempt under section 10 subsection 11. 10 subsection 11 പ്രകാരം fully exempted ആണ്. സോ എന്തുകൂടെ വന്നു? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്താണ്? എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നല്ല, സെൽഫ് എംപ്ലോയീസ്, ദാറ്റ് മീൻസ് ബിസിനസ്സോ പ്രൊഫഷനോ ഉള്ളവർക്ക് എന്ത് പർപ്പസിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്? 80C ഡിഡക്ഷൻ. സോ കോൺട്രിബ്യൂഷൻ 80C ഡിഡക്ഷൻ കിട്ടുകയും ഇൻട്രസ്റ്റിന് എന്താണ്? ഇൻട്രസ്റ്റ് ഇൻകം ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ലംസം എമൗണ്ട് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? PPF തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? സോ PPF നമ്മൾ നോർമലി കേട്ടിട്ടുണ്ടാവും. 500ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് 1,50,000 വരെയൊക്കെ ഒരു വർഷം കോൺട്രിബ്യൂട്ട് ചെയ്യാം. സോ അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്താണ്? ഫുള്ളി ഒരു വർഷം മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് വർഷം കഴിയുമ്പോഴത്തേക്കും. സോ അതിന്റെ ഇൻട്രസ്റ്റിനും നമുക്ക് എക്സംഷൻ കിട്ടും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആയതുകൊണ്ട്. ദെൻ ബിക്കോസ് ഈ എക്സംഷൻ കിട്ടുന്ന എന്ത് വെച്ചിട്ടാണ്? നമുക്ക് ഇത്ര നാളത്തേക്ക് ലോക്കാണ് ആ ഒരു ഫണ്ട്. അതുകൊണ്ടാണ് ഈ ഡിഡക്ഷൻ കിട്ടുന്നതും ഈ എക്സംഷൻ കിട്ടുന്നതും തിരിച്ചു കിട്ടും. മൊത്തം കൂടെ ചേർത്ത് തിരിച്ചു കിട്ടുന്ന സമയത്ത് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 11. എന്ത്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. കോൺട്രിബ്യൂഷൻ ടു ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. സോ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ ഇൻകം ടാക്സ് കമ്മീഷണർ റെക്കഗ്നൈസ് ചെയ്യാത്ത ഫണ്ടാണ്. സോ അതിനകത്തേക്ക് ആർക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാം? എംപ്ലോയി, ദെൻ എംപ്ലോയർ. സോ കോൺട്രിബ്യൂട്ട് കഴിഞ്ഞാൽ എന്താണ്? എംപ്ലോയിയുടെ ഇതിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടും, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന്റെ പുറത്തും ഇൻട്രസ്റ്റ് കിട്ടും. ദെൻ എന്ത് കിട്ടും? ലംസം എമൗണ്ട് അല്ലേ? ലംസം എമൗണ്ട്. ഒന്ന് പറയാമോ എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ ടാക്സ് ട്രീറ്റ്മെന്റ്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയിക്ക് കിട്ടേണ്ട സാലറി എന്ത് ചെയ്തു? ഡിഡക്ട് ചെയ്തിട്ട് എവിടെ കൊണ്ടിടും? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലല്ല, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. സോ അത് എംപ്ലോയിക്ക് ടാക്സ് ചെയ്യോ ഇല്ലയോ? ഇല്ല. സോ ഓൾറെഡി എന്താണ്? എംപ്ലോയിക്ക് കൈ കിട്ടിയിട്ടില്ല. ദെൻ അത് എംപ്ലോയർ കൊണ്ടിട്ടത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയത് എന്റെ കുഴപ്പമില്ല. സോ എംപ്ലോയർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്താണ്? ഓൾറെഡി എനിക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുമില്ല, എംപ്ലോയർ ഇട്ടതുകൊണ്ട് എന്നെ ടാക്സ് ചെയ്യും, വീണ്ടും എംപ്ലോയിയെ ടാക്സ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നടക്കുമോ? സോ അതുകൊണ്ട് തന്നെ എന്താണ്?
എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്ത് പറയാം, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? സോ അറ്റ് ദ ടൈം ഓഫ് പേയ്മെന്റ് ഇഗ്നോർഡ് ആണ്. പക്ഷേ ഇവിടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഇട്ടതുപോലെ ATC ഡിഡക്ഷൻ ചോദിച്ചു വരരുത്, തരൂല. ക്ലിയർ ആണോ? Yes, sir. Yes, sir. സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ആസ് സച്ച് ഇഗ്നോർഡ്, ഒരു തരത്തിലും ഒന്നും വരത്തില്ല. ബട്ട് നോ ഡിഡക്ഷൻ അല്ലെങ്കിൽ നോട്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. സോ 80C പ്രകാരം ഡിഡക്ഷൻ ചോദിച്ചു വരുന്നത് അത് ആർക്ക് മാത്രമേ ഉള്ളൂ? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക്, അതോറിറ്റി റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഡിഡക്ട് ചെയ്തപ്പോൾ നിങ്ങളെ പിടിക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എംപ്ലോയർ ഡിഡക്ട് ചെയ്ത് ഒരു ഫണ്ടിലേക്ക് പേ ചെയ്തിരിക്കണം. അതുകൊണ്ട് അപ്പൊ ഞാൻ ഇഗ്നോർ ചെയ്യാം. പക്ഷേ എന്താണ്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ എന്ത് ചോദിച്ചു വരരുത്? 80C ഡിഡക്ഷൻ ചോദിച്ചു വരുന്നത് തരത്തില്ല, അത് റെക്കഗ്നൈസ്ഡ് ആണെങ്കിലേ തരുള്ളൂ. ഓക്കെ. Yes, sir. ദെൻ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനോ? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. സോ നമ്മൾ 17 സബ്സെക്ഷൻ 1 പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ച് മാത്രമാണ്? RPF. RPF. സോ ദാറ്റ് മീൻസ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ URPF-ലേക്കാണെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റഡ് ആണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, ഫുള്ളി എക്സംപ്റ്റ്. ഓക്കെ അല്ലേ? Yes, sir. ദെൻ ഇൻട്രസ്റ്റ്. സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ട്. എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് കിട്ടുന്ന സമയത്ത് രണ്ടും എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് ഫണ്ടിലേക്ക് ഇട്ടു, ഓരോ പീരീഡ് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ. സോ ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് എന്താണ്? ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, നോട്ട് ടാക്സ്ഡ് അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ്. നോട്ട് ടാക്സ്ഡ് അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ടു ഫണ്ട് ആണ്. സോ ദാറ്റ് മീൻസ് എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് നോട്ട് ടാക്സ്ഡ് അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ്. സോ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് വരുന്ന സമയത്ത് ഓരോ പ്രീവിയസ് ഇയറിലായിരിക്കും. സോ നോർമലി ഇൻട്രസ്റ്റ് ഇൻകം നമുക്ക് നേരത്തെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ പറഞ്ഞു 10 സബ്സെക്ഷൻ 11 12 എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറത്ത് ഒരു പർട്ടിക്കുലർ സമ്മിന്റെ പുറത്ത് മുകളിലാണെങ്കിൽ എന്താണ്? എക്സംഷൻ വിഡ്രോ ചെയ്യുന്ന കേസ് പറഞ്ഞു. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അൺറെക്കഗ്നൈസ്ഡ്, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമുക്ക് തോന്നാം സോ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ ഇത് 80C ഡിഡക്ഷൻ കിട്ടുന്നില്ല, പക്ഷേ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എന്താണ്? എന്നെ ടാക്സ് ചെയ്യുന്നത് അവിടെയൊക്കെ എന്താണ്? 9.5% അല്ലെങ്കിൽ 2,50,000 അങ്ങനെയൊക്കെയുള്ള ക്രൈറ്റീരിയനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്? ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എളുപ്പമാണ്. സോ ആക്ച്വലി നമുക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് കിട്ടുന്ന സമയത്ത് തോന്നും അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ ബെറ്റർ ആണല്ലോ. സോ എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റിന്റെ പുറത്ത്. സോ ഇവിടെ 80C ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, അതൊഴിച്ചു കഴിഞ്ഞാൽ വേറെ 80Cയിൽ എനിക്ക് വേറെ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ബട്ട് എനിക്ക് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് URPF-ലേക്ക് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ ടാക്സ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഭയങ്കര ലാഭമാണല്ലോ എന്ന് തോന്നാം. പക്ഷേ സോ ഇതിന്റെ മെയിൻ പോയിന്റ് വരുന്നത് ഈ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമല്ലോ, ലംസം എമൗണ്ട്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഈ ലംസം എമൗണ്ട് എന്തൊക്കെ ചേർന്നാണ്? ലംസം എമൗണ്ട് എന്തൊക്കെ ചേർന്നാണ്? Employees contribution. എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, ദെൻ Employees contribution. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ് അല്ലെ, രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഇവിടെ അടുത്ത് തന്നെ എഴുതാം, ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, ദെൻ employers contribution, then interest on employers contribution. ഒന്ന് ശ്രദ്ധിക്കാം, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇവിടെയാണ് നമുക്ക് ആ കിട്ടിയ ബെനിഫിറ്റിന്റെ എല്ലാത്തിൻ്റെയും ചേർത്ത് ഇമ്പാക്ട് വരുന്നത്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ
സോ ഓൾറെഡി എനിക്ക് എന്താണ് ATC ഡിഡക്ഷൻ പോലും കിട്ടിയിട്ടില്ല. ATC അല്ലെ ഇവരെ പിടിച്ച അവിടെ കൊണ്ട് എംപ്ലോയർ എന്താണ് അണ്ടർ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ATC ഡിഡക്ഷൻ പോലും കിട്ടിയിട്ടില്ല. സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ദാറ്റ് മീൻസ് എന്ത് ചെയ്യത്തില്ല? ടാക്സ് ചെയ്യത്തില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ. സോ ദാറ്റ് മീൻസ് എൻ്റെ ഒരു ഫണ്ട് എംപ്ലോയർ പിടിച്ചിട്ടു. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടേണ്ട ഒരു ഫണ്ട് എവിടെയോ കൊണ്ടിട്ടു. സോ റെക്കഗ്നൈസ്ഡ് അല്ലാത്തൊരു ഫണ്ടിൽ കൊണ്ടിട്ടു. അതിന് അഗെയിൻസ്റ്റ് എനിക്ക് ഇൻട്രസ്റ്റ് ഇൻകം കിട്ടി. സോ ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുവാണെങ്കിൽ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുവാണെങ്കിൽ എവിടെ കൊണ്ടുപോയി ടാക്സ് ചെയ്യും? ഇൻട്രസ്റ്റ് ഇൻകം ടാക്സബിൾ അണ്ടർ IFOS. ഇൻകം ഫ്രം അതർ സോഴ്സിൽ കൊണ്ടുപോയി ടാക്സ് ചെയ്ത് കളയും. ബിക്കോസ് നിങ്ങൾ എന്ത് ചെയ്തില്ല? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ കിട്ടില്ല. സോ നിങ്ങൾക്ക് തോന്നി ഇൻട്രസ്റ്റ് അറ്റ് ക്രെഡിറ്റ് ചെയ്ത സമയത്ത് ടാക്സ് ഇമ്പാക്ട് ഒന്നും വന്നില്ല. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലും പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ടാക്സ് എലമെന്റ് കയറി വരുന്നുണ്ട്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ സേഫ് ആണ്. ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് കിട്ടുന്ന സമയത്ത് കുഴപ്പമില്ല. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് എന്ന് പണി കിട്ടും, അല്ലെങ്കിൽ എന്ന് ടാക്സ് ചെയ്യും? ലംസം എമൗണ്ട് കിട്ടുമ്പോൾ. സോ ദാറ്റ് മീൻസ് ഒരു ഹ്യൂജ് വാല്യൂ ഇത് എവിടെ കൊണ്ട് ടാക്സ് ചെയ്യും? അതർ സോഴ്സിൽ. ക്ലിയർ ആണോ? Yes, sir. Then ഇവിടെ ശ്രദ്ധിക്കുക, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആ ഒരു പേയ്മെന്റ് ടൈം നമ്മൾ എന്ത് രക്ഷപ്പെട്ടു? ദാറ്റ് മീൻസ് എന്ത് ചെയ്തില്ല? ഇഗ്നോർ ചെയ്തു. ദാറ്റ് മീൻസ് ഫുള്ളി എക്സംപ്റ്റഡ് ആയിരുന്നു. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഫുള്ളി എക്സംപ്റ്റഡ് ആയിരുന്നു അല്ലെ? ദെൻ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റോ? അതും എക്സംപ്റ്റ് ആണ്. സോ ദാറ്റ് മീൻസ് രണ്ടും ടാക്സിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുക. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് രണ്ടും കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? കിട്ടുന്ന സമയത്ത് ടാക്സ് ചെയ്ത് കളയും. ഹ്യൂജ് എമൗണ്ട് ടാക്സ് ചെയ്യും. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, ദാറ്റ് മീൻസ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. ശ്രദ്ധിക്കുക. സോ ഈ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ പുറത്തും ഇൻട്രസ്റ്റ് കിട്ടാൻ കാരണം എന്താണ്? എന്ത് റിലേഷൻ ഉള്ളതുകൊണ്ടാണ്? എംപ്ലോയർ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടെ കൊണ്ട് ടാക്സ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചത് സെക്ഷൻ 15 പ്രകാരം? സാലറിയിൽ. സോ ഇത് നമ്മൾ എവിടെ ടാക്സ് ചെയ്യുന്നതാണ്? ഇത് ഉണ്ടോ, ഈ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റും എവിടെ കൊണ്ടുപോയി ടാക്സ് ചെയ്യും? സാലറി ഹെഡിൽ ടാക്സ് ചെയ്യും. ടാക്സ്ഡ് അണ്ടർ സാലറി under section 17 subsection 3, profit in lieu of salary. ആയിട്ട് എന്ത് ചെയ്യും? സാലറിയിൽ ടാക്സ് ചെയ്യും. പ്രോഫിറ്റ് ഇൻ lieu of salary. ക്ലിയർ ആണോ? Yes, sir. So recognized provident fund, statutory provident fund, unrecognized provident fund, public provident fund. ക്ലിയർ ആണല്ലോ അല്ലെ? ദെൻ ഇനി ഒരു കാര്യം കൂടെ, അത് 17(2) നമ്മൾ അത് എവിടെയും ഡിസ്കസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. നോക്കാം. സൂപ്പർ ആനുവേഷൻ ഫണ്ട്. approved superannuation fund. So 17 subsection 2 ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റിൽ ഇത് കയറി വരുന്നതാണ്. ദെൻ ഇവിടെയും അത് തന്നെ ഇതേപോലെ എംപ്ലോയി കോൺട്രിബ്യൂഷൻ, ദെൻ എംപ്ലോയർ contribution, employee contribution, employer contribution,
then employer ഇതിന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ്, ഇതിന്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ്. സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആസ് യൂഷ്വൽ എന്താണ്? ഇഗ്നോർ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സെംപ്റ്റ് അപ് ടു റുപ്പീസ് 7,50,000 per annum. Okay. Then ഇവിടെ ഒന്ന് ബ്രാക്കറ്റ് എഴുതിയേക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ചോദിക്കാവുന്നതാണ്. സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ക്ലോസ് 7 പ്രകാരമാണ് എക്സംഷൻ. സോ 7,50,000 വരെയുള്ള എക്സംഷൻ. ഇൻട്രസ്റ്റ് രണ്ടും എക്സംപ്റ്റ് ആണ്. Then lump sum amount കിട്ടുന്നത് on retirement exempt under section 10 subsection 13. Lump sum amount exempt under section 10 subsection 13. Clear? Yes, sir. Okay. So ഒന്നുകൂടെ മൊത്തം റിവൈസ് ചെയ്യാം. സോ ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയാമോ സുധി? ഇഗ്നോർ ചെയ്യും. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലോ എക്സസ് ഓഫ് 12% ഓഫ് സാലറി ടാക്സബിൾ ആണ്. Okay. Excess of 12% of salary. Salary means ബേസിക് പ്ലസ് DA പ്ലസ് കമ്മീഷൻ. DA മാത്രമേ ഉള്ളൂ. DA in terms of retirement. DA in terms of employment must ആണ് കേട്ടോ. In terms of employment plus commission as a percent of turnover. അതിന് മുകളിലുള്ളത് 781 പ്രകാരം ടാക്സ് ചെയ്യും. ഓക്കെ. ദെൻ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് അതെങ്ങനെയാണ്? 9.5%. Excess of 9.5%. Excess of 9.5%. ഇതാണ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും 9.5% മുകളിൽ വരുന്നത് എന്താണ്? ടാക്സ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 1. ദെൻ ലംസം എമൗണ്ട് കിട്ടുന്നോ? Exempted കണ്ടീഷൻ ഉണ്ട് അല്ലെ? കണ്ടീഷൻ, ദാറ്റ് മീൻസ് 5 വർഷം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. 5 വർഷം കണ്ടീഷൻ നമുക്ക് വയലേറ്റ് അല്ലെങ്കിൽ അത് റിലാക്സ് ചെയ്യുന്ന 3 കണ്ടീഷനും ഉണ്ട്. സോ നമുക്ക് നോർമലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്താണ് 5 years or more എന്ന രീതിയിൽ എടുത്തിട്ട് എന്താണ് എക്സംപ്റ്റ് അണ്ടർ സെക്ഷൻ 10 subsection 12. 10 subsection 12. Okay. Then statutory provident fund ആണെങ്കിൽ ഇത് വരും ഗൗരി പറയാമോ? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അത് ഇഗ്നോർ ചെയ്യും. പിന്നെ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനോ? എംപ്ലോയറിന്റെ ഫുള്ളി എക്സംപ്റ്റഡ്. ദെൻ ഇൻട്രസ്റ്റ് കിട്ടുന്നതോ? ഇൻട്രസ്റ്റ് എംപ്ലോയറിന്റെ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. എംപ്ലോയിയുടെ ആണെങ്കിൽ സോ ഇവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ആ ഒരു അല്ലെ ഫണ്ടായിരുന്നെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആയിരുന്നു. ബട്ട് ഫിനാൻസ് ആക്ട് 2020 ദാറ്റ് മീൻസ് 1/4/2021 ഓൺവേർഡ്സ് ഒരു പ്രീവിയസ് ഇയറിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കോ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്കോ 2,50,000 എബോ ആണെങ്കിൽ അതിന്റെ പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? എക്സംഷൻ കിട്ടൂല. ഓക്കെ അല്ലേ? ദെൻ ഒരു വർഷം എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഇല്ല എങ്കിൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഈ 2,50,000 എന്നുള്ളത് എത്ര വരെ ആവാം? 5 lakh വരെ അല്ലേ? സോ 31/3/2021 വരെ എന്താണ് വിത്തൗട്ട് ലിമിറ്റ് നമുക്ക് കോൺട്രിബ്യൂഷൻ നടത്താം. സോ ഈവൻ ഇഫ് ആ 31/3/2021 കോൺട്രിബ്യൂട്ട് ചെയ്തതിന്റെ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്നത് നമുക്ക് 1/4/2021 ശേഷം ആണെങ്കിൽ പോലും 31/3/2021 വരെ അതിനകത്തേക്ക് ഇടുന്ന എമൗണ്ടിന് ഇതേപോലെ ഒരു ലിമിറ്റും ഇല്ല. ദെൻ തിരിച്ചു കിട്ടുമ്പോഴോ ലംസം എമൗണ്ട് കിട്ടുമ്പോഴോ ശരി അല്ലേ? ദെൻ ശ്രുതി പറയാം പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ ആര് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ? എംപ്ലോയി എന്നുള്ള വേർഡ് പോലും യൂസ് ചെയ്യേണ്ട, SSC മാത്രം. ബിക്കോസ് അവിടെ എംപ്ലോയി കോൺസെപ്റ്റ് ഇല്ല. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 80C ഡിഡക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി എന്ത് കിട്ടും?
ATC ഡിഡക്ഷൻ കിട്ടും. ഇൻട്രസ്റ്റ് കിട്ടുന്നതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദെൻ തിരിച്ചു കിട്ടുമ്പോഴോ 10 സബ്സെക്ഷൻ 11 പ്രകാരം ഫുള്ളി എക്സെപ്റ്റഡ് ആണ്. ദെൻ അൺറെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്കാണെങ്കിലൊക്കെ ഒരു എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ജസ്റ്റ് ഇഗ്നോർ ചെയ്യും. ഇഗ്നോർ ചെയ്യും. എന്താണ് ഒരു Deduction കണ്ടീഷൻ? കിട്ടില്ല. ഡിഡക്ഷൻ കിട്ടത്തില്ല. ഓക്കെ. ദെൻ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിലോ സേഫ് ആണ്, ഫുള്ളി എക്സംപ്റ്റഡ്. നമ്മൾ RPF ആണെങ്കിൽ മാത്രമേ കണ്ടീഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളൂ. ദെൻ ഇൻട്രസ്റ്റ് കിട്ടുകയാണെങ്കിലോ രണ്ടുപേരെ, സോ RPF ആണെങ്കിൽ അവിടെയും പറഞ്ഞിട്ടുള്ളൂ രണ്ടുപേർക്കും എന്താണ് എക്സംപ്റ്റ് അല്ലെ. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറത്ത് കിട്ടുന്ന ഇൻട്രസ്റ്റും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ബട്ട് തിരിച്ചു കിട്ടുന്ന സമയത്താണ് ഈ എക്സംഷൻ കിട്ടിയതെല്ലാം തിരിച്ചടിക്കുന്നത്. സോ തിരിച്ചു കിട്ടുമ്പോൾ ലംസം എമൗണ്ട് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നുള്ള ലംസം എമൗണ്ട് ഒന്ന് ആരുടെ പേയ്മെന്റ് ആണ്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. അതിനെന്തെങ്കിലും ടാക്സ് വരുമോ? ഓൾറെഡി എനിക്ക് എന്തുപോലും കിട്ടിയിട്ടില്ല, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ATC ഡിഡക്ഷൻ പോലും കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ അത് വേണ്ട, അത് ടാക്സ് ചെയ്യുന്നില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഡിഡക്ഷനും കിട്ടിയിട്ടില്ല. ദെൻ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റോ കിട്ടിയ സമയത്ത് എന്ത് ചെയ്തു? ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അല്ലെ. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ? ഇൻട്രസ്റ്റ് എവിടെ കൊണ്ട് ടാക്സ് ചെയ്തോ? നോർമലി ചെയ്യുന്നത് പോലെ അതർ സോഴ്സിൽ ചെയ്തോ. ദെൻ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റും ഇത് രണ്ടും കിട്ടാൻ കാരണം എന്താണ്? എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉള്ള സമയത്താണ്. സോ അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് അല്ലെങ്കിൽ ലംസം എമൗണ്ട് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്താണ്? എവിടെ കൊണ്ട് പിടിച്ചോ? 17 സബ്സെക്ഷൻ 3 പ്രകാരം പ്രോഫിറ്റ് ഇൻ ലിയോ സാലറി പ്രകാരം എന്താണ് സാലറിയുടെ അണ്ടറിൽ ടാക്സ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ദെൻ അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ട് ആണെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഇഗ്നോർഡ്. ദെൻ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താണ്? അപ് ടു 7,50,000 വരെ എന്താണ് എക്സംപ്റ്റഡ് ആണ്. ദെൻ നമ്മളത് ഇതിനകത്ത് വേറെ ഒരു സെപ്പറേറ്റ് കമ്പ്യൂട്ടേഷൻ ഉണ്ട് 17 to ക്ലോസ് 8 7 ഒക്കെ കണ്ടുപിടിക്കുന്നതിന്. സോ അതൊക്കെ നമ്മൾ പെർക്യൂസിറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്യും. ദെൻ ലംസം എമൗണ്ട് കിട്ടുന്ന ഇതിൽ എക്സംപ്റ്റഡ് ആണ്? 10 സബ്സെക്ഷൻ 13 പ്രകാരം എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റൻ ഒന്ന് പറയാം. Mr. retires from service on December 31st, 2021 after 25 years of service. The following particulars of his income or investment for the previous year: basic pay at the rate 16,000 per annum for 9 months. Dearness allowance 50% form part of retirement benefits 8,000 per annum per month for 9 months. Lump sum payment received from the recognized provident fund 6 lakhs. Deposits in PPF account 40,000. Out of the amount received from unrecognized provident fund, the employer contribution was 2,20,000 and interest thereon was 50,000. The employee's contribution was 2,50,000 and the interest thereon was 60,000. What is the taxable portion of amount received from unrecognized provident fund? Okay. Unrecognized provident fund in the hands of Mr. A for the assessment year 22-23. So basically തന്നിരിക്കുന്നു. Out of amount received from unrecognized fund, the employee's contribution was 2,20,000 and interest thereon is 50,000. Employee's contribution was 2,50,000 and interest thereon is 60,000. What is the taxable portion of amount received from unrecognized provident fund? So URPF. So URPF il ninnu kittunna amounts. So just okay onnu parayam. എന്തൊക്കെയാണ് പറഞ്ഞത്? എമൗണ്ട് റിസീവ്ഡ് ഫ്രം അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എത്രയാണ് കോൺട്രിബ്യൂഷൻ? 2,20,000 ആൻഡ് ഇൻട്രസ്റ്റ് thereon. ഓക്കെ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷന്റെ പുറത്ത് ഇൻട്രസ്റ്റ് എത്ര വന്നു? 50,000. ദെൻ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എത്രയായിരുന്നു? 2,50,000. interest thereon. Interest on employee contribution എത്രയാണ്? 60,000. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലാണെങ്കിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ
ഇഗ്നോർ ചെയ്യും അല്ലെ. സോ ഇത് എവിടെ ടാക്സ് ചെയ്യും? IFOS അല്ലെ. ഇത് രണ്ടും കൂടെ 2,70,000 എവിടെ ടാക്സ് ചെയ്യും? സാലറി അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 3 അല്ലേ? ക്ലിയർ അല്ലേ? സോ ഇനി നമുക്ക് നമ്മള് നമുക്ക് ആൻസറിലേക്ക് വരാം. particulars amount rupees, then amount taxable under the head salary under section 17 subsection 3 എത്ര വരും? 2,70,000. then amount taxable under the head IFOS എത്ര വരും? എന്താണത്? interest on employee contribution എത്ര വരും? 60,000. so total എത്ര വരും? ടോട്ടൽ എത്രയാണ്? 3,30,000. 3,30,000. സോ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലാണെങ്കിൽ എന്താണ്? അറ്റ് ദ ടൈം ഓഫ്, നമ്മൾ ഒന്നും കണ്ടുപിടിക്കാനില്ല, അറ്റ് ദ ടൈം ഓഫ് കോൺട്രിബ്യൂഷനും അറ്റ് ദ ടൈം ഓഫ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റും നമുക്ക് ഫുള്ളി, സോ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ബട്ട് ലംസം എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ എന്താണ്? ഓരോന്നും എന്തൊഴികെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, ബിക്കോസ് 80C ഡിഡക്ഷൻ പോലും കിട്ടാത്തതുകൊണ്ട് അതൊഴികെ ബാക്കി എല്ലാം എന്ത് ചെയ്യും? ഇൻകം ആയിട്ട് തന്നെ രണ്ട് ഹെഡ് ആയിട്ട് എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻകം IFOSലും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷന് പുറത്തുള്ള ഇൻട്രസ്റ്റ് സാലറിയിലും ടാക്സ് ചെയ്യുന്നു. ഓക്കെ. ഈ ലംസം പേയ്മെന്റ് പറഞ്ഞിട്ട് 6 lakh കാണിക്കും. അതിനകത്ത് എന്തോ ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ക്വസ്റ്റൻ ആണ്. സോ ഇത് 5,80,000 വരുന്നുള്ളൂ. നമുക്ക് എന്തോ ഇത് പറ്റിയതാണ്. ഓക്കെ സർ. സോ അവിടെ ഒന്നെങ്കിൽ 5,80,000 അല്ലെങ്കിൽ 6 lakh ഇവിടെ എന്തെങ്കിലും ഒരു എമൗണ്ട് വരണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ ക്വസ്റ്റൻ തന്നെയാണ് 5,80,000 എന്നുള്ളത്. ആ ഒരു വേറെ എമൗണ്ട് എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ട് വന്നിട്ട് നമുക്കത് ആ ഒരു 20,000 അവിടെ എടുക്കാമായിരുന്നു. ബട്ട് ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ്, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ്, അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് എത്ര വന്നു? ടോട്ടൽ ഇൻകം എത്ര വരും? 3,30,000. 3,30,000. ഓക്കെ അല്ലേ? ഇവിടെ തൊട്ട് താഴെ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട് അവര്. എന്താണ്? വിൽ യുവർ ആൻസർ ബി ഡിഫറെന്റ് ഇഫ് ദ ഫണ്ട് മെൻഷൻഡ് above is was a recognized provident fund? Recognized provident fund. Recognized provident fund. ഇതായിരിക്കും ആൻസർ. എത്ര വർഷമുണ്ട് സർവീസ്? 25 years. സോ 5 years or more ആണെങ്കിൽ ലംസം എമൗണ്ട് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്നത്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ലംസം എമൗണ്ട് എന്ത് ചെയ്യും? exempted under section 10 subsection 12. If fund is recognized, so number of years of service is 25 years, is more than 5 years ആണ്. Therefore, if fund is a recognized provident fund, then നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? lump sum amount received എന്താണ്? exempted, fully
exempted under section 10 subsection 12. Fully exempted under section 10 subsection 12. Clear ആണോ? Yes, sir. സോ ഇത്രയാണ് പ്രൊവിഡന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു ഹെഡിൽ മാത്രമല്ല ഈ പ്രൊവിഡന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടത്. സോ നമ്മൾ അപ്രൂവ്ഡ് സൂപ്പറാനുവേഷൻ ഫണ്ടിന്റെ കേസ് 17 സബ്സെക്ഷൻ 2 ഡിസ്കസ് ചെയ്യും. ദെൻ അതുകൂടാതെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഓരോരുത്തരുടെയും പേയ്മെന്റ് എന്തുകൊണ്ട് എക്സംഷൻ കിട്ടുന്നു, എന്തുകൊണ്ട് അത് എവിടെ ടാക്സ് ചെയ്യുന്നുള്ളത് എല്ലാം ക്ലിയർ അല്ലേ? Yes, sir. അതിനകത്ത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിലും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിലും ആ ഒരു അമെന്റ്മെന്റ് ആഫ്റ്റർ അല്ലെങ്കിൽ ഓൺ ഓവർ ആഫ്റ്റർ 1/4/2021 മുതലുള്ള ആ 2,50,000 5 lakh എന്നുള്ള ഫിഗർ ഓർത്തോണം. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാം. സോ പ്രൊവിഡന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഐഡിയ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. സോ റിമൈനിങ് ക്വസ്റ്റ്യൻ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.